നോക്കാം. ഇഫ് 2 plus sin x dy by dx plus y plus 1 cos x equal to 0 and y of 0 equal to 1, then y of 5 by 2 is equal to. ഇത് ക്ലാസ് 12-ലെ ഡിഫറൻസിയേഷൻ ചാപ്റ്ററിലുള്ളതാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിലുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. ഫസ്റ്റ് എന്താ ചെയ്യുക, 2 പ്ലസ് സൈൻ എക്സ്, ഇതാണ് ഇക്വേഷൻ അല്ലേ, ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ പ്ലസ് 1 കോസ് എക്സ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിനെ ഞാൻ ഡി വൈ ഒരു ഭാഗത്തും ഡി എക്സ് ഒരു ഭാഗത്തും ആക്കുകയാണെങ്കിൽ ഡി വൈ ബൈ വൈ പ്ലസ് 1 അല്ലേ, വൈ പ്ലസ് 1, അതായത് ഇത് ഈക്വൽ ടു മൈനസ് ഓഫ് വൈ പ്ലസ് 1 കോസ് എക്സ് എന്ന് വരില്ലേ. അപ്പൊ ഡി വൈ ബൈ വൈ പ്ലസ് 1 എന്ന് പറയുന്നത് എന്ത് വരും, മൈനസ് കോസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ് ഡി എക്സ് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ രണ്ട് ഭാഗത്തും കൊടുത്താൽ നമുക്ക് എന്ത് വരും, ഇന്റഗ്രൽ ഡി വൈ ബൈ വൈ പ്ലസ് 1 എന്നുള്ളത് എന്താണ്, ലോഗ് വൈ പ്ലസ് 1 ഈക്വൽ ടു, ഇവിടെ എന്താ വരിക, ഇതിന്റെ ഇന്റഗ്രേഷൻ വരുമ്പോൾ നമുക്ക് മൈനസ് ലോഗ് 2 പ്ലസ് സൈൻ എക്സ് യു ആയിക്ക് എടുക്കുമ്പോൾ എന്ത് വരും, ലോഗ് യു, ലോഗ് 2 പ്ലസ് സൈൻ എക്സ്. കാരണം എന്താണ്, 2 പ്ലസ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കോസ് എക്സ് വരും അല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ എന്താ എഴുതാം, പ്ലസ് സി എന്ന് എഴുതാം അല്ലേ. മൈനസ് ലോഗ് 2 പ്ലസ് സൈൻ എക്സ് പ്ലസ് സി, ഒരു കോൺസ്റ്റന്റ് വരില്ലേ, അത് കാരണം. നെക്സ്റ്റ് ലോഗ് വൈ പ്ലസ് 1, ഇതിനെ ഇങ്ങോട്ട് കൊടുന്ന പ്ലസ് ലോഗ് 2 പ്ലസ് സൈൻ എക്സ് ഈക്വൽ ടു സി. ഇനി നമുക്ക് ഈ സി കണ്ടുപിടിക്കണം. അതിനാണ് ഞാൻ ഇത് ചെയ്യണേ. കാരണം ലോഗ് എം പ്ലസ് ലോഗ് എൻ എന്ന് പറയുന്നത് ലോഗ് എം എൻ എന്ന് എഴുതിക്കൂടെ. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ലോഗ് ഓഫ് വൈ പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് സൈൻ എക്സ് എന്ന് എഴുതിക്കൂടെ, ഈക്വൽ ടു സി. അപ്പൊ ഇതിന് ലോഗ് രണ്ട് ഭാഗത്തും എടുത്തുണ്ട് വെച്ചെങ്കിൽ നമുക്ക് എന്തായി കിട്ടും, y plus 1 into 2 plus sin x equal to e raised to c ആവില്ലേ. അപ്പൊ e raised to c എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അതിന് പകരം ഞാൻ k എന്ന് എടുത്തു. e raised to c എന്ന് പറയുന്നത് k എന്ന് എടുത്തു. അപ്പൊ ഇനി k യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ് കണ്ടീഷൻ തന്നിരിക്കണേ, y of 0 equal to 1 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. y of 0 equal to 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. എക്സ് ഈക്വൽ ടു 0യും y ഈക്വൽ ടു 1ഉം തന്നിട്ടുണ്ട് അല്ലെ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും, 1 പ്ലസ് 1 2 ഇൻറ്റു 2 പ്ലസ് സൈൻ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പ്ലസ് സൈൻ 0, സൈൻ 0 എത്രയാണ്, 0 ആണ്. അപ്പൊ 2 ഇൻറ്റു 2 അല്ലെ, അത്രേ വരുള്ളൂ. അപ്പൊ അതാണ് k എന്ന് പറയുന്നത്. അപ്പൊ k എന്ത് കിട്ടി, 4 എന്ന് കിട്ടി അല്ലെ. അപ്പൊ ഇനി നമുക്ക് എന്താ എഴുതാം, y ഓഫ് 5/2 എഴുതാം. y ഓഫ് 5/2 അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, y ഓഫ് 5/2 ഈക്വൽ ടു, ഇവിടെ എന്താവും, y ഓഫ് 5/2 പ്ലസ് 1 അല്ലെ, y ഓഫ് 5/2 പ്ലസ് 1, y ഓഫ് 5/2 പ്ലസ് 1, പിന്നെ എന്താണ് ഇൻറ്റു ഇവിടെ എന്താ 2 പ്ലസ് സൈൻ എക്സ് അല്ലെ, 2 പ്ലസ് സൈൻ 5/2 ഈക്വൽ ടു എത്രയാന്ന് കിട്ടി, 4 ആണെന്ന് കിട്ടി അല്ലെ. കോൺസ്റ്റന്റ് 4 ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് എഴുതാം, എന്തെഴുതാം, സൈൻ 5/2 എത്രയാണ്, 1 ആണ്. അപ്പൊ 2 പ്ലസ് 1 എത്രയാവും, 3 ആവും അല്ലെ. y ഓഫ് 5/2 പ്ലസ് 1 ഇൻറ്റു 3 ഈക്വൽ ടു 4 ആയില്ലേ. അപ്പൊ ഈ 3നെ അങ്ങോട്ട് കൊണ്ടുപോയി എന്താവും, 4/3 ആവില്ലേ. അപ്പൊ ഇത് മാറ്റാം, 4/3 ആയില്ലേ.
അപ്പോൾ കാരണം എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ y(π/2) നമുക്ക് ഇവിടുന്ന് എന്ത് എഴുതാം? 4/3 മൈനസ് 1 എന്ന് എഴുതാം. അത് എത്രയാണ്? 4 മൈനസ് 3/3. അത് എത്രയാണ്? 1/3. ഏതാണ് ഓപ്ഷൻ നോക്കൂ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. താങ്ക് യു.